തൃത്താല നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി VT ബൽറാം പട്ടാമ്പി തഹസിൽദാർക്കാണ് പത്രിക നൽകിയത്. രാവിലെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊപ്പം എത്തിയായിരുന്നു VT ബൽറാം പത്രിക നൽകിയത്. നിയോജകമണ്ഡലത്തിലെ UDF നേതാക്കളും VT ബൽറാമിനൊപ്പം പത്രിക നൽകാൻ എത്തിയിരുന്നു. മണ്ഡലത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയാണ് ഉള്ളതെന്ന് VT ബൽറാം പത്രിക നൽകിയതിനു ശേഷം ACV ന്യൂസ് അഭിമുഖത്തിൽ പറഞ്ഞു. തൃത്താലയിൽ നിന്ന് ജനവിധി തേടുന്നതിന് വേണ്ടി UDFന്റെ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. പട്ടാമ്പി താലൂക്ക് ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം പുറത്തിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ തൃത്താലക്കാരോടും വോട്ടർമാരോടും മുഴുവൻ എന്റെ സഹോദരങ്ങളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത്തവണ നിങ്ങളുടെ എല്ലാം മനസ്സിന്റെ അംഗീകാരം എനിക്കൊപ്പം ഉണ്ടാവണം, UDFനൊപ്പം ഉണ്ടാവണം. കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി നല്ല ഭൂരിപക്ഷത്തിന് ഇത്തവണ തൃത്താലയിൽ UDFന് ഒരു വിജയം സമ്മാനിക്കണം എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 15 വർഷമായി, 1.5 പതിറ്റാണ്ട് കാലമായി എനിക്ക് നിങ്ങളുമായിട്ടുള്ള ആത്മബന്ധം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ എല്ലാ നിലയ്ക്കുമുള്ള പിന്തുണയും പ്രോത്സാഹനവും ഓരോ ഘട്ടത്തിലും സ്നേഹവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ വീണുപോയപ്പോഴടക്കം കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ എന്റെ നാട് എന്റെ കൂടെ ഉണ്ടായിരുന്നു. നാട്ടുകാരുടെ നിർലോഭമായിട്ടുള്ള സഹകരണവും സ്നേഹവും ആ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. എന്നെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതൊരു നിർണായക പോരാട്ടമാണ്. അത് വ്യക്തിപരമായി മാത്രമല്ല, രാഷ്ട്രീയമായിട്ടും എല്ലാ നിലയ്ക്കും വലിയ പ്രാധാന്യമുള്ള ഒരു പോരാട്ടമാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ എന്നോടൊപ്പം ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. തൃത്താലയുടെ നല്ല കാലം നമ്മൾ വീണ്ടെടുക്കും. തൃത്താലയുടെ വികസന കാലം നമ്മൾ വീണ്ടെടുക്കും. ആ നിലയിലുള്ള ഒരു നല്ല മാറ്റത്തിന് ഇത്തവണ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം എന്ന് എല്ലാവരോടുമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. തുടർന്ന് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മുദ്രാവാക്യം വിളിയോടെയാണ് VT ബൽറാമിനെ വരവേറ്റത്. മണ്ഡലത്തിലെ പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാണെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ ഊർജിതമാക്കുമെന്നും VT ബൽറാം കൂട്ടിച്ചേർത്തു.